വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വടക്കൻ കേരളത്തിൽ വൻ ലഹരിവേട്ട നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചന്തേര പോലീസ് നടത്തിയ ശക്തമായ ലഹരി വിരുദ്ധ പരിശോധനയിലാണ് MDMAയുമായി യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം പിടിയിലായത്. ലഹരിക്കടത്ത് കേസിലെ പ്രതികൾ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന വിവരം പുറത്തുവന്നതോടെ സംഭവത്തിന് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യമാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ലഹരി ശൃംഖലകൾ തകർക്കുന്നതിനായി പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന പ്രത്യേക പരിശോധനാ പദ്ധതിയുടെ ഭാഗമായാണ് കാസർഗോഡ് ചന്തേര പോലീസ് അതിർത്തി മേഖലകളിൽ കർശനമായ പരിശോധന നടത്തിയത്. ജില്ലയിലെ കാലിക്കടവ് എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് നടത്തുന്ന പതിവ് വാഹന പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും ഇടയിലാണ് സംശയാസ്പദമായ രീതിയിലെത്തിയ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് വലിയ അളവിലുള്ള സിന്തറ്റിക് ലഹരിമരുന്നായ MDMA കണ്ടെത്തുകയായിരുന്നു. കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് മൊത്തം 139.29 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത ഈ ലഹരി വസ്തുക്കൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്നതാണ് ഈ ലഹരി വസ്തുക്കളെന്നാണ് പ്രാഥമിക നിഗമനം. കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ വെങ്ങോല സ്വദേശികളായ 3 പേരെയാണ് പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തത്. വെങ്ങോല സ്വദേശികളായ PA അബ്ദുൽ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ അറസ്റ്റിലായ KH മുഹമ്മദ് ഹുസൈൻ കോൺഗ്രസിന്റെയോ അതിന്റെ പോഷക സംഘടനകളുടെയോ സജീവ പ്രവർത്തകനും ഭാരവാഹിയുമാണ്. വെങ്ങോല പഞ്ചായത്തിലെ 142ാം ബൂത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്ന ഇയാൾ യൂത്ത് കോൺഗ്രസ് സംഘടനയുടെയും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെയും മുന്നണിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. തദ്ദേശീയമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിലും കോൺഗ്രസ് സംഘടിപ്പിച്ച വിവിധ പൊതുപരിപാടികളിലും സജീവമായി പങ്കെടുത്ത ചരിത്രമുള്ള വ്യക്തി കൂടിയാണ് ഹുസൈൻ എന്നത് ജനങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ലഹരിക്കെതിരെ പൊതുസമൂഹത്തിൽ സംസാരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്ത വ്യക്തി തന്നെ നേരിട്ട് വലിയ അളവിലുള്ള രാസലഹരിയുമായി പിടിയിലായി എന്നത് ലഹരി ശൃംഖലകളുടെ വ്യാപ്തി വെളിവാക്കുന്നുണ്ട്. എന്നാൽ ഈ ലഹരി വേട്ട നടന്നതിന് പിന്നാലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി പ്രതികൾക്കുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പ്രതികളിൽ ഒരാളായ PA അബ്ദുൽ സലാമിന്റെ വീട്ടിൽ VD സതീശൻ മുൻപ് സന്ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങൾ ഇതോടൊപ്പം പ്രചരിക്കാൻ തുടങ്ങി. മുൻപ് നടന്ന ഏതോ പൊതുപരിപാടിയുടെയോ സന്ദർശനത്തിന്റെയോ ഭാഗമായി പകർത്തിയതാണ് ഈ ചിത്രങ്ങളെന്നാണ് സൂചനയെങ്കിലും ഇത് കേസിന് രാഷ്ട്രീയമാനം നൽകി. കൂടാതെ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം അബ്ദുൽ സലാം കേരള നിയമസഭയിലെത്തിയതിന്റെ പഴയ ദൃശ്യങ്ങളും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പുറത്തു വന്നിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം വഹിക്കുന്നതിന് മുൻപുള്ള കാലയളവിലെ ദൃശ്യങ്ങളാണിവയെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ലഹരി കേസിലെ പ്രതികൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന ആരോപണം ഉയർത്താൻ രാഷ്ട്രീയ എതിരാളികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സജീവ അന്വേഷണവുമായി പോലീസ് അറസ്റ്റിലായ പ്രതികൾ എത്ര നാളായി ലഹരിക്കടത്ത് രംഗത്ത് പ്രവർത്തിക്കുന്നുവെന്നതിനെക്കുറിച്ചും കാസർഗോഡ് മേഖലയിലേക്ക് ഇത്രയധികം MDMA എത്തിച്ചതിന്റെ പിന്നിലുള്ള പ്രധാന ഉറവിടം ഏതാണെന്നതിനെക്കുറിച്ചും ചന്തേര പോലീസ് ആഴത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നോ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നോ ആണ് ലഹരി മരുന്ന് എത്തിച്ചത്. ഇതിന് പിന്നിൽ വൻകിട ലഹരി മാഫിയകൾക്ക് പങ്കുണ്ടോ, പിടിച്ചെടുത്ത ലഹരി ആർക്കൊക്കെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നീ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കേസിലെ കൂടുതൽ കണ്ണികളെ വരും ദിവസങ്ങളിൽ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനവും. അപ്പോഴും നിലനിൽക്കുന്ന ഉത്തരമില്ലാത്ത അവശേഷിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യം, മുഖ്യമന്ത്രി VD സതീശന് ലഹരി സംഘവുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? എന്തായാലും വരും ദിവസങ്ങളിൽ അതിനൊരു ഉത്തരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.